ദയാസ് റെസിപ്പിയിൽ ഇത് ജിജിയാണ്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ വീക്കെൻഡ്സിൽ എന്താണ് ആക്ടിവിറ്റീസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ. ഈ ഗ്രോസറി വാങ്ങിക്കാൻ പോവുക, പിന്നെ മോളിൽ ഷോപ്പിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, ആരെങ്കിലും ഡിന്നറിനൊക്കെ വിളിക്കുക. ഭക്ഷണപ്രേമികൾക്കുണ്ടല്ലോ പലതരത്തിലുള്ള ഭക്ഷണം, ഇന്ത്യൻ മാത്രമല്ല ഡിഫറെൻറ്റ് ക്യുസീൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും കഴിക്കാനും ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാനഡയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇന്ന് നമ്മൾ പോയത് പഞ്ചാബി റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള മുഗൾ മഹലിലേക്കാണ്. ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് മാംഗോ മസാല സോഡ എന്ന ഡ്രിങ്കാണ് കേട്ടോ. അതിനുശേഷം സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തു. ചിക്കൻ മലായി ടിക്ക, ഇതിൻ്റെ സോസ് ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. തവ ഗ്രിൽഡ് ചിക്കൻ, അതൊരു സിസ്ലേഴ്സാണ്. ഇവിടുത്തെ ഫുഡിനൊക്കെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫ്ലേവേഴ്സും ടേസ്റ്റും ഉണ്ട്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് വളരെ ചെറുതാണ്, വളരെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നി, സ്പേസ് വളരെ കുറവാണ്. പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് അവരുടെ കുൽച്ചാസ്. സോ നമ്മൾ അമൃതസറി കുൽച്ച ട്രൈ ചെയ്തു. പിന്നെ തന്തൂരി റോട്ടി ഉണ്ടായിരുന്നു, അവരുടെ നോൺ വെജ് താരി. ലഞ്ചിന് ശേഷം നേരെ പോയത് ഗ്രോസറി ഷോപ്പിങ്ങിനാണ് കേട്ടോ. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏഷ്യൻ മാർക്കറ്റിൽ വന്ന് ഫ്രഷ് മീനൊന്നും മേടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ട് 1 അവർ യാത്ര ചെയ്തിട്ടാണെങ്കിലും വന്ന് ഫ്രഷ് മീനൊക്കെ മേടിച്ചിട്ട് പോവും. ഗ്രോസറിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി വീട്ടിലെത്തിയപ്പോഴെങ്കിലും ഞാൻ അപ്പം തന്നെ ഈ മീനൊക്കെ എടുത്ത് കറി വെച്ചു കേട്ടോ. ഇതിന് വീണ്ടും ഇത് ഫ്രീസറിൽ കയറ്റുന്നതിന് പകരം ഇത് കറിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് എളുപ്പം തോന്നിയത് കൊണ്ടാണത്. സോ ഞാനത് സാമനാണ്, അത് വേഗം കട്ട് ചെയ്തിട്ട് നമ്മൾ മുളകിട്ട മീൻകറി വെക്കുന്നുണ്ട്. പിന്നെ പോർക്ക് മേടിച്ചിട്ടുണ്ട്. പോർക്ക് മേടിക്കുമ്പോഴത്തേക്കും ഇവിടെ ബെല്ലി ഫാറ്റും കൂടെ ചേർത്താണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. അങ്ങനെ പോർക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മുളകിട്ട മീൻകറിയും റെഡിയാക്കി. പോർക്ക് റോസ്റ്റിൻ്റെയും പോർക്കും കായുലർത്തിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാനിതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പോർക്കും മീൻകറിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്കുള്ള വീക്ക്ലി മീൽ പ്ലാനിങ്ങിൻ്റെ പകുതി ഭാഗം റെഡിയായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വെജ് കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഈ ഉണ്ടാക്കുന്ന കറികൾ കുറച്ചധികമായിട്ട് തോന്നുമെങ്കിലും ഇത് ഒരു 3-4 ദിവസത്തേക്കുള്ള കറികളാണ്, ഫ്രിഡ്ജിൽ പോകേണ്ട കറികളാണ് കേട്ടോ. ഡിന്നറിന് രാത്രി ചപ്പാത്തിയും ചില്ലി പനീറുമാണ്. ഞാൻ ഹോം മെയ്ഡാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് പനീർ ഫ്രിഡ്ജിലുണ്ട്. സോ അത് വെച്ചിട്ട് ഞാനൊരു ചില്ലി പനീർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ദാൽ മഖ്നി. ഇന്നത്തെ ഡിന്നറിന് ദാൽ മഖ്നിയും ചില്ലി പനീറും ചപ്പാത്തിയാണ്. സോ ഈ ബാക്കി വരുന്ന ചില്ലി പനീറും ദാൽ മഖ്നിയും ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഓഫീസിലെ ലഞ്ച് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദയാസ് റെസിപ്പി.